താമസിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ വീടാണ് ക്ലീനാക്കി. എല്ലാവരും കൂടി നിന്ന് പോകേണ്ട ക്ലീനിങ് വർക്കിനെ കുറിച്ച് സംസാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷം അവിടേക്ക് ക്ലീൻ ചെയ്യുന്ന വീടുകളിലേക്ക് ഇടാൻ വേണ്ടി കുമായൻ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Help and clean and set things right there. Whatever. ഇടുവാനുള്ള കുമ്മായം റെഡിയാക്കി മൂടി വെച്ചതിന് ശേഷം ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ കുറച്ച് കിറ്റ് സഭയിലേക്ക് വന്നിരുന്നു. അത് വാങ്ങി വെച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുവാനുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ തന്നെ അവിടേക്ക് എത്തിക്കേണ്ട കൈക്കോട്ട്, അതുപോലെ തന്നെ അർബാന, അങ്ങനെയുള്ള പണിസാധനങ്ങളെല്ലാം എത്തി. അപ്പോൾ അത് ഞങ്ങൾ ഇറക്കി 2 ടീമായിട്ട് ഇവിടുന്ന് തിരിച്ചു. 2 ടീമായിട്ട് തിരിച്ചിട്ട് ഓരോ വീടുകളിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും ഞങ്ങളോട് നയിക്കുവാനിടയായി. ഞങ്ങൾ ഒരു ടീമിനെ അപ്പുറം ഭാഗത്തേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി വിട്ടിട്ട് ഞങ്ങളൊരു ടീമായിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് സ്കൂൾ ഭാഗത്തേക്ക് ഞങ്ങൾ പോയി സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് വന്ന് ചുരൽമല, ഇതൊക്കെ ഒരു ടൗണാണ് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ടൗൺ ഭാഗവും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള വീടുകളാണ്.
നമ്മുടെ ചൂരൽമല ടൗണാണിത്. എല്ലാം ക്ലീനിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ കാണുന്നത് ഒരു മരം മില്ലിലേക്കുള്ള ഒരു വഴി പോലെ തോന്നാം. പക്ഷെ ശരിക്കും അതൊരു റോഡായിരുന്നു. വണ്ടികളൊക്കെ യാത്ര ചെയ്യുകയും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് വിടുന്ന ആ ഒരു നല്ല മനോഹരമായൊരു ചെറിയ റോഡായിരുന്നു. അതാണ് ഇപ്പോൾ ഇല്ലാതായി ശരിക്കും ഒരു മില്ലിലേക്ക് കയറി പോകുന്നത് പോലത്തെ ഒരു വഴിയായി തീർന്നിരിക്കുന്നത്. ഇതൊരു പുതിയൊരു വാഹനമാണ്. ഏകദേശം മേടിച്ച് അത് ഓടിച്ചിട്ട് കൊതി കൂടി തീർന്നിട്ടുണ്ടാകുകയില്ല. അപ്പോഴത്തേക്കാണ് ഇതുപോലത്തെ ഒരു ദുരന്തം അവിടെ എല്ലാ സന്തോഷങ്ങളെയും കവർന്നുകൊണ്ട് പോകാനിടയായത്. ഇവിടുത്തെ മരങ്ങളെന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഈ ഫോണിൽ കാണിക്കുന്നത് പോലെയല്ല. നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന പോലത്തെ വലിയ വലിയ ഭീമൻ മരങ്ങളാണ് വന്ന് അവിടെ അടിഞ്ഞു കിടക്കുന്നത്. ഈ വീട്ടിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നതാണ്. പക്ഷേ അവരെല്ലാം ഇപ്പോൾ മാറ്റി പാർപ്പിച്ചു. പലവരും വെള്ളത്തിൽ പോവുകയും ചെയ്തു. അവിടെ നാം നോക്കുമ്പോൾ അറിയാം, ഒരു ജീപ്പ് പാർക്ക് ചെയ്ത നിരത്തിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഒത്തിരി ബൈക്കുകൾ, ബുള്ളറ്റും അതുപോലെ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിയ ഒത്തിരി വണ്ടികൾ മണ്ണിൻ്റെ ഉള്ളിൽ ഒരു ഗുജിരി വണ്ടികൾ പോലെ ചതഞ്ഞ് കിടക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ വീടൊക്കെ പുതിയ വീടാണ്. പണി കഴിഞ്ഞിട്ട് അധികം ആയിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. അതൊക്കെ നിമിഷ നേരം കൊണ്ട് തകർന്നു പോയതായിട്ട് നാം കാണുവാനിടയാകുന്നുണ്ട്. ഈ വീടുകളൊക്കെ തകർത്ത ഓരോ ഭീമൻ കല്ലുകളാണ് നാം ഈ ഭാഗത്തൊക്കെ കാണുന്നത്. നോക്കണം, ഈ ഒരു കല്ലെന്ന് പറയുമ്പോൾ ഒരു പാറ, ഒരു വലിയ പാറ അങ്ങനെ തന്നെ ഉരുണ്ടു വന്ന് വീണ ഒരവസ്ഥയിലാണ്. ഈ കല്ലുകളൊക്കെ നാം കാണുമ്പോൾ ഈ ഫോണിൽ ചെറുതാണെങ്കിലും നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇത്രയും വലിയ കല്ല് ഏകദേശം ഒരു 5 കിലോമീറ്ററിൻ്റെ അപ്പുറം വന്ന് ഒഴുകി വന്നെന്ന് പറയുമ്പോൾ നോക്കണം എത്ര ജീപ്പുകളാണ്, ജീപ്പ്, കാറ്, അതുപോലെ ഇവിടെ ഇഷ്ടപ്പെട്ട വാഹനങ്ങളെല്ലാം ഇതിൻ്റെ അടിയിൽ ആയിപ്പോയിട്ടുണ്ട്. ഒത്തിരി ജനങ്ങളുടെ സ്വപ്നമാണ് ഈ മണ്ണിൻ്റെ അടിയിൽ ഇപ്പോൾ കിടക്കുന്നത്. ഇത് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇതിൻ്റെ ഭീകരത എത്രത്തോളമായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നേരിട്ട് വരുമ്പോഴേ അറിയാൻ കഴിയുകയുള്ളൂ.
ഒരു പണി കഴിയാത്ത വീടാണിത്. ഏകദേശം കയറിക്കൂടുന്ന ആ ഒരു നിലയിലെത്തിയ വീടാണ്. നോക്കണം, നിലത്തിടാൻ വേണ്ടി ടൈൽസൊക്കെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും മുൻപേ തന്നെ വെള്ളങ്ങൾ കയറി അങ്ങനെയായ അവസ്ഥ. ഞങ്ങൾ ഉരുൾപൊട്ടിയ ദേശമെല്ലാം കണ്ടിട്ട് അപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ ചുരൽമല ടൗൺ ഭാഗത്ത് ആ പള്ളിയുടെയും ആ ഭാഗത്തേക്ക് ഞങ്ങൾ വഴികൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഓൾറെഡി മഴവെള്ളം വന്ന് എല്ലാം ഏകദേശം പോയി. പക്ഷെ എന്നാലും ആ മരത്തിൻ്റെ, അതുപോലെ ഒരു വീട്ടിൽ നിന്ന് ഒഴിച്ചു വന്ന അലമാരകൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ അതൊക്കെ ഞങ്ങളത് ഓരോ സൈഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു കൈത്തോടൊക്കെ ക്ലിയർ ചെയ്ത ശേഷം ഇവിടെ ഒരു വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്തൊക്കെ കുറേ ചെടികളാണ് അണിഞ്ഞു കിടക്കുകയാണ്. പുറത്തുള്ള മണ്ണും ഉള്ളിലൊക്കെ ചെളിയൊക്കെ ക്ലീൻ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ പുറത്തുള്ള ആ ചെളിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 30 ദൈവദാസന്മാർ വന്നിരുന്നു. എല്ലാ പാസ്റ്റേഴ്സുമാരും ഒരുപോലെ വലിയവനാണ് ചെറിയവനാണെന്ന് വ്യത്യാസം കാണിക്കാതെ എല്ലാവരും ഇറങ്ങി നല്ലതുപോലെ അധ്വാനിച്ച് അവർ ജോലിയെടുത്ത് ആ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുവാനിടയായി. ഇതുപോലത്തെ ഒരു ക്ലീനിങ് ടീമിനെ റെഡിയാക്കുവാൻ അധ്വാനിച്ചത് പാസ്റ്റർ വത്സനാണ്. നോക്കണം, കൊച്ചുമോൾ വരെ ചുരൽമല ശുശ്രൂഷിക്കുന്ന കർത്താനുദാസൻ സക്കായി പാസ്റ്ററുടെ മകൾ വരെ വളരെ അധ്വാനിച്ച് അവൾ വരെ മണ്ണൊക്കെ കോരി കൊണ്ടുവന്ന് ആ വീട്ടുകാർക്ക് ഒരു സഹായം ചെയ്യുവാനൊക്കെ ഇടയായി. ഞങ്ങൾ മണ്ണൊക്കെ വാരി ഇട്ടതിന് ശേഷം അടുത്തത് കുമ്മായം വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രോഗമോ അങ്ങനത്തെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി കുമ്മായം വിതറി. അതുപോലെ തന്നെ പെനോയിൽ എല്ലാ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തെല്ലാം അത് തെളിച്ചു കൊടുത്ത് കുമ്മായം വിതറി മൊത്തം അത് ആ വീട്ടിൻ്റെ പണി ഞങ്ങളങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിപ്രായം ഞങ്ങൾ വന്ന് നിങ്ങളുടെ അഭിപ്രായം കയറിയ നമ്മുടെ ദാസത്തെ വിളിച്ച് ഞങ്ങളുടെ വിവാഹമായിട്ട് വന്ന അച്ഛന്മാരും സുഹൃത്തുക്കൾ കൂടിയിട്ട് വളരെ മനോഹരമായി വൃത്തിയാക്കി.
നമ്മുടെ മറ്റേ ടീം വേറൊരു ഭാഗത്ത് പോയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആ വീടാണിത്. അവരും ഒരു ഭാഗത്ത് മണ്ണ് ഏകദേശം മുട്ടുകാലം വരെ ചളി കയറിയ വീടാണിത്. അത് ക്ലീൻ ചെയ്തു അവർ. ഇത് നമ്മുടെ ചുരൽമല ടൗൺ തന്നെയാണിത്. നേരത്തെ വന്നപ്പോൾ വെളുത്തിരുന്നു, ഇപ്പോൾ കോടമഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഒത്തിരി പ്രകൃതി കൊണ്ടും കാണുവാൻ ഭംഗിയും നിറഞ്ഞ പ്രദേശമാണ് ചുരൽമല. അതുകൊണ്ട് തന്നെ ഒത്തിരി സഞ്ചാരികളെല്ലാം വന്ന് ദേശത്ത് കാണാറുണ്ട്, അത് ആസ്വദിക്കാറുണ്ട്. ഇന്ന് ആ ദേശം മുഴുവനും ദുഃഖത്തിൻ്റെ ദേശമായി തീർന്നിരിക്കുകയാണ്. ആ ജനങ്ങളെല്ലാം വീണ്ടും റിക്കവറിംഗ് ആയി പഴയ നിലപാടിൽ വരേണ്ടതിന് വേണ്ടി നമ്മളെല്ലാം ഒരുമിച്ച് കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഇനിയൊരു പുതിയ വീഡിയോയുമായി നാം വീണ്ടും കാണാം. പുതിയ വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബിൽ വരേണ്ടതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ അമർത്തി നിങ്ങളത് വെക്കുക. വീഡിയോ പ്രയോജനമായെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുന്നു.